ഇവിടെ പ്രേക്ഷകരെ, ഇത് കേരളത്തിലെ ഇടതുപക്ഷം കേൾക്കേണ്ട വിധിയായി മാറുന്നു. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ 2500 വോട്ടുകൾക്ക് പിന്നിലാകുമ്പോൾ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ 10,000 വോട്ടുകൾ. ലീഗ് മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ലീഗ് മുന്നേറാണ് കേട്ടോ. പുനലൂരിലൊഴിച്ച് ബാക്കിയെല്ലാം ഇടതുപക്ഷം കേൾക്കേണ്ട വിധിയായി മാറുന്നു. ഇരവിപുരത്ത് പോലും കോട്ടകൾ ഇളക്കി UDF. ചേലക്കരയും ഗുരുവായൂരും ഒഴിച്ച് ഇടതു കോട്ടകളിൽ ശക്തമായ കടന്നുകയറ്റം. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ 10,000 വോട്ടുകൾക്ക് ജി സുധാകരൻ അമ്പലപ്പുഴയിൽ മുന്നിൽ. ജി സുധാകരൻ മുന്നിൽ വരികയും പിണറായി വിജയൻ പിന്നിലാവുകയും ചെയ്യുന്നു. വോട്ടുകൾക്ക് മുന്നിൽ മാത്രമാണ് ലീഡ് ചെയ്യുകയാണ്. പിന്നിലാവുകയും ലീഗ് 20 മുന്നിലാണ്. ലീഗ് ഹൗസിൽ ഇപ്പോൾ MK മുനീർ ഉൾപ്പെടെയുള്ള ടിവിയാണ് കാണുന്നത്. ചടയമംഗലത്ത് UDF-ന്റെ വൻ മുന്നേറ്റമാണ്. ചടയമംഗലം പ്രതീക്ഷിച്ചതല്ല. പുനലൂരാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഉടുമ്പൻചോലയിലെ ലീഡ് നോക്കൂ. UDF-ന്റെ 4654 വോട്ടിനാണ് ഉടുമ്പൻചോലയിൽ UDF ലീഡ് ചെയ്യുന്നത്. 4654. എഫ് രാജ അവിടെ ദേവികുളത്ത് ലീഡ് ചെയ്യുകയാണ്. ഇടുക്കി മുഴുവനും UDF-നൊപ്പം. കൊയിലാണ്ടി ദാസനെ കൈവിട്ടു. കൊയിലാണ്ടി പ്രവീണിനോടൊപ്പം 2ാം റൗണ്ടിലും നിൽക്കുന്നു. 864 വോട്ടുകൾക്ക് പ്രവീൺ കുമാർ മുന്നിൽ. ലീഡ് ഉയർത്തി UDF. അവിശ്വസനീയം. 7216 വോട്ടിന്റെ ലീഡ് ഉദുമയിൽ. CK കുഞ്ഞമ്പുവിനെ പിന്നിലാക്കിക്കൊണ്ട് UDF-ന്റെ തേരോട്ടം. ഉദുമയിൽ തകരുന്നു. കഴിഞ്ഞ തവണ 2 റൗണ്ടിൽ 2234 വോട്ടായിരുന്നു UDF-ന്റെ ലീഡ്. ഇത്തവണ അത് 7216 ഉയർന്നു. 5000 വോട്ട് കൂടുന്നു ഉദുമ. കളമശ്ശേരിയിൽ UDF ലീഡ് 2000 കടന്നു. ഒരു പാട്ടും കൂടി കേൾക്കാം. 86 ഇടങ്ങളിൽ UDF ലീഡ് ചെയ്യുമ്പോൾ കളമശ്ശേരിയിൽ ഒരു പാട്ട്. ബാലുശ്ശേരിയിൽ ഇപ്പോൾ സൂരജിന് മുന്നേറ്റം. ആദ്യം ചെറുതായിട്ട് പിന്നോട്ട് എന്തെങ്കിലും മാസ്റ്റർ ബ്ലാസ്റ്റർ ആകും എന്നൊക്കെ പറഞ്ഞിരുന്നു. സച്ചിൻ വീണ്ടും പിന്നിലായിരിക്കും. പാലക്കാട് 2ാം റൗണ്ടിൽ ശോഭാ സുന്ദരന്റെ വോട്ട് ചോർച്ചയാണ് കേട്ടോ. അതെ. അല്ല, ഇനി അത് തിരുവല്ലയിൽ NDA ലീഡ് 37. കളമശ്ശേരിയിൽ UDF-ന്റെ ലീഡ് 2000 വോട്ട്. ഇപ്പോൾ നോക്കൂ, ജോ മൈക്കിൾ ചങ്ങനാശ്ശേരി 1098 വോട്ട് ലീഡ്. അതെ. അപ്പോൾ കേരള കോൺഗ്രസിൽ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന 2 സ്ഥാനാർത്ഥികൾ. ഒന്ന് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ. 3 സ്ഥാനാർത്ഥികൾ. ഒന്ന് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ജോ മൈക്കിൾ, മറ്റൊന്ന് എൻ ജയരാജ്. പിന്നിലാണ്. പാലയിൽ പിന്നിലാണ്, ഇടുക്കിയിൽ പിന്നിലാണ്. പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം 7365 വോട്ട് ലീഡ്. പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം ഒക്കെ ഉറപ്പിച്ചു. 7000-ലധികം ലീഡിലേക്ക്. ഏത് ഭൂരിപക്ഷത്തിൽ നിന്നാണ് ആ കുതിപ്പെന്നൊന്ന് ആലോചിക്കണം. GR അനിൽ ഇപ്പോൾ ലീഡ് ഉയർത്തുന്നു. 3184 ലീഡ് ഉയർത്തുന്നു. കാസർഗോഡ് UDF-ന്റെ ലീഡ് കുറഞ്ഞിരിക്കുന്നു. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിന്റെ ഭൂരിപക്ഷം 4252. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിന്റെ ഭൂരിപക്ഷം 4252. ബേപ്പൂർ അല്ലല്ല, ഭൂരിപക്ഷം ലീഡ് 4252. നോക്കൂ, ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് 4252 വോട്ടിന് ലീഡ് ചെയ്യുമ്പോൾ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ 2500 വോട്ടുകൾക്ക് പിന്നിലാണ്. തിരുവല്ലയിൽ വിചാരിച്ചിരുന്നു, പക്ഷെ അവിടെ അനൂപ് ആന്റണിയാണ് മുന്നിൽ വരിക എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നരേന്ദ്രമോദി തന്റെ വലം കൈ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയാണ്. FCRയ്ക്ക് ശേഷം തിരുവല്ലയിൽ അനൂപ് ആന്റണിയുടെ സൈലന്റ് മൂവ് ആയിരുന്നു. സൈലന്റ് സർജിക്കൽ സ്ട്രൈക്ക്. എന്താ മോദി വന്ന് പറഞ്ഞേ? എന്റെ വലം കൈ ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ് പറഞ്ഞത്. എന്റെ ഏറ്റവും വിശ്വസ്തനെ നിങ്ങൾക്ക് തരുന്നു എന്നാ പറഞ്ഞത്. ഇപ്പോൾ VD സതീശൻ 995 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. VD സതീശൻ മുന്നിൽ നിൽക്കുന്നു. PK നവാസ് ലീഡ് 9480 ഉയർത്തിയിരിക്കുന്നു. ചവറയിൽ UDF ലീഡ് 6000 കടന്നിരിക്കുന്നു. 6085 ലീഡായി. തിരിഞ്ഞു നോക്കണ്ട, ചവറയിൽ ഇടതു കോട്ടകളിൽ UDF-ന്റെ തേരോട്ടമാണ്. കൊല്ലത്ത് തിരിഞ്ഞു നോക്കണ്ട, തിരിച്ചുപിടിക്കാനാവാത്ത വിധം ചവറയും തിരിച്ചുപിടിക്കാനാവാത്ത വിധം കൊല്ലവും എമ്പാടും. കണ്ണൂരിൽ 3ാം റൗണ്ട് കഴിയുമ്പോഴും UDF ലീഡ് നിലനിർത്തുന്നു. 2422 വോട്ടിന്റെ ലീഡ്. 4 റൗണ്ട് പൂർത്തിയാകുമ്പോൾ PK നവാസ് തൃശൂർ മണ്ഡലത്തിൽ 13 സീറ്റ്. തൃശൂർ മണ്ഡലങ്ങളിൽ 13 സീറ്റ്. 4 എണ്ണത്തിൽ UDF, 9 എണ്ണത്തിൽ ഏറ്റുമാനൂരിൽ UDF ലീഡ് 9483 വോട്ടാണ്. താഴേക്ക് പോയിരിക്കുന്നു. ഏറെ നാളിനു ശേഷം കഴിഞ്ഞ തവണ പ്രിൻസ് ലൂക്കോസിനെ പരാജയപ്പെടുത്തി 14000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയ VN വാസവന് ഇക്കുറി അടിപതറുന്നു. കൈപ്പത്ത് ചിഹ്നത്തിൽ മത്സരിക്കാൻ കിട്ടിയ അവസരത്തിൽ നാട്ടകം
മുന്നേറ്റം. അരുവിക്കരയിൽ LDF-ന്റെ മുന്നേറ്റം എന്നുള്ള പക്ഷേ വാർത്ത വരുന്നുണ്ട്. കണ്ണൂർ LDF-ന് 218 വോട്ടുകൾക്കാണ് മുന്നിൽ. അരുവിക്കരയിൽ LDF മുന്നേറ്റം നോക്കൂ. പട്ടാമ്പിയിൽ 3-ാം റൗണ്ടിലും UDF ആണ്. TP ഷാജി 320 വോട്ടിന് ലീഡ് ചെയ്യുകയാണ്. തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ മുന്നിൽ. തളിപ്പറമ്പിൽ TK കുറച്ചേറെ നേരമായി 900 വോട്ടിൽ നേരത്തെ മുന്നിൽ വന്നിരുന്നു. അപ്പോൾ മാവേലിക്കരയിൽ MS അരുൺകുമാർ ലീഡ് തിരിച്ചുപിടിച്ച് 821 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അരുൺകുമാർ മാവേലിക്കരയിൽ. തളിപ്പറമ്പിന്റെ റിസൾട്ട് നമ്മൾ ഇങ്ങനെ വായിക്കണം. തളിപ്പറമ്പിൽ 974 വോട്ടുകൾക്ക് PK ശ്യാമള പിന്നിൽ, പേരാവൂരിൽ സണ്ണി ജോസഫിനെ പിന്നിലാക്കി KK ശൈലജ മുന്നിൽ. അതിന്റെ കൂടി ധർമ്മടം കൂടി ചേർത്ത് വായിച്ചോളൂ. KK ശൈലജ പേരാവൂരിൽ മുന്നിൽ, ധർമ്മടത്ത് പിണറായി വിജയൻ 3 റൗണ്ട് എണ്ണി കഴിയുമ്പോൾ പിണറായി വിജയൻ പിന്നിലാണ്. AK രമ ലീഡ് ഉയർത്തുന്നു. 4795 വോട്ടുകളായിട്ട് ലീഡ് ഉയർത്തുന്നു. ഭാസ്കരൻ ചേട്ടനെ വടകരയിൽ കാണാനില്ല. കടുത്തുരുത്തിൽ UDF 7302 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. 2-ാം റൗണ്ടിലും ലീഡ് നിലനിർത്തുന്നു മുഹമ്മദ് റിയാസ് 4222 വോട്ടുകൾ. പയ്യന്നൂരിൽ LDF-ന്റെ ലീഡ് കുറയുന്നു. എന്തും സംഭവിക്കാം. തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ ലീഡ് ചെയ്യുന്നു. പയ്യന്നൂരിൽ ലീഡ് കുറയുന്നു LDF-ൽ. വട്ടിയൂർക്കാവ് തിരിച്ചു പിടിച്ചു. K മുരളീധരൻ 652. മുന്നേറുകയാണ്.